പേരെന്താ? എന്റെ പേര് കിരൺ ജി കെ. ഞങ്ങള് ടീം ഫ്രീക്കന്നല്ലേ, പക്ഷെ എല്ലാ ഫ്രീക്കന്മാരും ഈ ഡ്രഗ്സോ കാര്യങ്ങളോ അത് തന്നെ. മാത്രമല്ല അത്യാവശ്യമൊക്കെ ഒന്ന് ഡീൽ ചെയ്യണമെങ്കിലും ഒക്കെ ആരോഗ്യമുള്ള പോലെ കണ്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഈ ലുക്ക് മാത്രമേ ഉള്ളൂ സാറേ. ഞങ്ങള് ഇതുവരെ പാവങ്ങളല്ലേ? പാവങ്ങളാണ്. ഞങ്ങള് ഓൾ ഇന്ത്യ റൈറ്റ്സ് പോകുന്നതാണ് സാറേ. പക്ഷെ ഇതുവരെ ഇതെന്തുവാ ഇത് സംഭവം? ഞങ്ങൾ ഒരു പഴയ വണ്ടികളുടെ ഒരു കളക്ഷനാണ്, റയർ എഞ്ചിൻസ് എന്ന് പറഞ്ഞിട്ട്. പഴയ കാല വണ്ടി ഇത് തന്നെ ഇപ്പോൾ വിന്റേജ് വണ്ടിയാണ്. ഇത് 2ാം ലോകമഹായുദ്ധ കാലത്ത് ഉപയോഗിച്ച വണ്ടിയില്ല, പഴയ വണ്ടി. ഞങ്ങൾ ഇതിന്റെ ഒരു പ്രചരണാർത്ഥം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രൊമോഷൻ. ഫ്ലാഗ് ഓഫ് ചെയ്താൽ മതിയല്ലോ. സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പൊക്കോളൂ. എവിടെല്ലാം പോയി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നത് മാവേലിക്കര ജനങ്ങളെ സംഘടിപ്പിക്കണം. ഒറ്റ സ്വരവേ ഉണ്ടാകും. നോ ടു ഡ്രഗ്, നോ ടു വയലൻസ്. ഓക്കെ, അടിച്ചു പൂക്കുറ്റിയാവുന്നതുകൊണ്ടാണ് ഈ അക്രമത്തിലേക്ക് തിരിയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അയ്യോ അതല്ലേ. എന്താ പേര്? വിജേഷ്. ഈ താടിയാണോ പ്രശ്നമായത്? മാത്രമല്ല ഇപ്പൊ ഒരു തെറ്റിദ്ധാരണ ഇറങ്ങിയിട്ടുണ്ട്. ഈ മുടി ബാക്കിലോട്ട് ഉച്ചിക്കട്ടി പാർവതി പോലെ ചില കെട്ടിയിട്ടുണ്ടെങ്കിൽ അവർ കുഴപ്പക്കാരാ. നമ്മൾ എത്ര കാലമായി കേട്ടാ തുടങ്ങിയല്ലേ? ഞാൻ ഇവരുടെ കൂടെയാണ്. കാരണം ലുക്കിലല്ല, അവരവരുടെ ഇഷ്ടത്തിന് ഫാഷനബിൾ ആയിട്ടൊക്കെ നടക്കട്ടെ, അടിപൊളിയാ. പക്ഷെ അവരിതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വാർത്താവതാരകയാ ഈ പറയുന്നതെല്ലാം വിശ്വസിക്കണം. മുൻവിധികൾ പാടില്ല എന്നുള്ളതല്ലേ അല്ലേ? മുൻവിധികളൊന്നും പാടില്ല. അത് നല്ല ഐഡിയ ആണല്ലോ. നമ്മുടെ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ സമയം കൊണ്ട് വീട് ഉണ്ടായിക്കൂടെ അല്ലേ? അതെ. നമ്മുടെ സ്ക്രാപ്പ് കളഞ്ഞ പാർട്സുകൾ ഉപയോഗിച്ചൊരു വീട് പണിഞ്ഞു. എവിടെയാ അത് പണിഞ്ഞത്? നമ്മൾ ആ വീടിന്റെ പടം ഒന്ന് അയച്ചു തരണം. തീർച്ചയായിട്ടും അയച്ചുതരാം. ഒരുപാട് പേർക്ക് പണിയില്ലായിരിക്കണം നമ്മുടെ നാട്ടിൽ. അപ്പൊ ഈ പണി അവർ ചെയ്യുന്നത് ഏത് ലഹരി, അതൊന്ന് നേരെയാക്കാൻ വേണ്ടി. അതെ. ഓക്കെ. റാലി പോട്ടെ, നമ്മുടെ റാലി പോവല്ലേ? പോട്ടെ, വണ്ടി പോട്ടെ. അപ്പൊ നിങ്ങള് ലക്ഷ്യസ്ഥാനത്ത് എത്തുക. ഓക്കെ. ആൻഡ് ഇനിഷ്യേറ്റീവ് ബൈ സബ് RTO ഓഫീസ് മാവേലിക്കര, സപ്പോർട്ടഡ് ബൈ ചാരിമൂട്ടിൽ ഒപ്റ്റിക്കൽസ്, ടീം റയർ എഞ്ചിൻസ് അല്ലേ? റയർ എഞ്ചിൻസ്. പോട്ടെ 945 മോഡൽ അല്ലേ? ഓക്കെ. അപ്പൊ വണ്ടി പോട്ടെ. ഓക്കെ, റാലിയുടെ ദൃശ്യങ്ങൾ കണ്ടെന്ന് റാണി. അപ്പൊ വണ്ടി പോട്ടെ. ഗോപികൃഷ്ണൻ ഇത് കണ്ടെന്ന് ആവേശം കൊണ്ടോളൂ. ഓക്കെ. ചേട്ടന്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലേ? എന്റെ ചേട്ടാ റാലിക്ക് വന്നുകൊണ്ടുവന്ന വണ്ടി. എത്ര? 1900 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള വണ്ടി. 2ാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡ് വേൾഡ് വാർ ഉപയോഗിച്ച വണ്ടിയല്ലേ? ഓക്കെ. കൊള്ളാം. വിട്ടെ. പോട്ടെ. വണ്ടി പോട്ടെ. തള്ളണോ? നമ്മുടെ മുന്നേ പോയ 45-ലെ വണ്ടി നിന്നെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ. എന്തായാലും ഇത് എത്ര വണ്ടിയാ? 85. താങ്ക് യു.